Good morning. So you got an idea about the largest phylum. What is the name of largest phylum? Yes, arthropod. Then the next phylum is the second largest phylum. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ വലിയ ഫൈലത്തെ കുറിച്ചാണ്. ഏതാ അടുത്ത ഫൈലം? യെസ്, മൊളസ്ക. സോ നെക്സ്റ്റ് ഈസ് ഫൈലം മൊളുസ്ക. മൊളുസ്ക. ദിസ് ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. രണ്ടാമത്തെ വലിയ ഫൈലാണ്. പക്ഷേ ഒന്നും രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. In phylum Mollusca, there are about 70,000 species. ഇതിൽ ഏകദേശം 70,000 സ്പീഷീസാണ് ഉള്ളത്. എന്നാൽ ആർത്രോപോഡിൽ എത്ര ഉണ്ടാവും? ഒരുപാട് ഉണ്ടാവും അല്ലേ? കാരണം 2/3 അതിനകത്താണ് വരുന്നത്. Then they have the following characters. Mollusks are generally present both in land and water. So they are terrestrial or aquatic, both in fresh water and sea water. And they are also like arthropods, bilaterally symmetric, triploblastic, coelomate with organ system level of organization. Their circulatory system is also like arthropods, that is open type. They have open circulatory system. But their body is unsegmented. Body is unsegmented. And the body of mollusk is divisible into head, visceral hump, and a muscular foot. So the body of mollusk is also divisible into 3, like the arthropods. In arthropoda, body is divided into head, thorax, abdomen. But in mollusk, there is a special type of body division, that is head. Then their main body part is like a hump. Hump എന്താണ് അറിയാലോ അല്ലേ? You have observed hump in road. റോഡുകളിൽ ഹമ്പ് കണ്ടതാ അല്ലെ? എങ്ങനെ മൊയച്ചു നിൽക്കും. അതുപോലെ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെ മൊയച്ചു നിൽക്കുന്ന ഒരു പാർട്ടാണ്. ദാറ്റ് ഈസ് കോൾഡ് വിസറൽ ഹമ്പ്. ബിക്കോസ് ഓൾ ദി ഇന്റേണൽ ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ ദാറ്റ് ഹമ്പ്. ആ പൊങ്ങി നിൽക്കുന്ന പാർട്ടിന്റെ ഉള്ളിലാണ് ബോഡിയുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസും ഉള്ളത്. ഇന്റേണൽ ഓർഗൻസിനാണ് വിസറ അല്ലെങ്കിൽ വിസറൽ ഓർഗൻ എന്ന് പറയാ. അതുകൊണ്ട് ആ പാർട്ടിന് വിസറൽ ഹമ്പ് എന്ന് പറയും. ആൻഡ് ദി തേർഡ് ഈസ് എ ഫുട്ട്, എ മസ്കുലാർ ഫുട്ട്. പിന്നെ അവർക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഫുട്ടാണുള്ളത്. ഇങ്ങനെ ബോഡിയെ ഈ വിധത്തിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരൊറ്റ ഫൈലേ ഉള്ളൂ, ദാറ്റ് ഈസ് മൊളസ്ക്. സോ ഇൻ മൊളസ്ക്, ഇൻ വിച്ച് വേ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻടു 3? മൊളസ്കിൽ എങ്ങനെയാണ് ബോഡിയെ 3 പാർട്ടായിട്ട് വിഭജിച്ചത്? യെസ്, ഏതൊക്കെയാ? ഹെഡ്, വിസറൽ ഹംപ് ആൻഡ് ഫുട്ട്. Then this body is soft. Their body is soft. From that character, this phylum got the name Mollusca, soft-bodied animals. For protecting that soft body, they have a shell, and that shell is formed of calcium carbonate, and so it is called calcareous shell. So body is enclosed in calcareous shell, or they have a calcareous shell. ബോഡിക്ക് പുറമേ ഒരു കട്ടിയുള്ള ഷെല്ലുണ്ടാവും. ആ ഷെല്ലുണ്ടാക്കിയത് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ കാൽക്കേരിയസ് ഷെൽ എന്ന് പറയും.
ഇതാണ് അവയുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കവറിങ്. ദെൻ ദി ബോഡി ഈസ് കവേർഡ് ബൈ എ soft and spongy loose skin, and that spongy soft loose skin is covering their visceral hump, and that skin is called mantle. Mantle എന്ന് പറഞ്ഞാൽ തന്നെ ലൂസ് സ്കിൻ എന്നുള്ള അർത്ഥം. അവരുടെ വിസറൽ ഹമ്പ് കവർ ചെയ്യാൻ വേണ്ടി ലൂസായിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്കിന്നുണ്ട്. അതിനാണ് മാൻഡിൽ എന്ന് പറയുന്നത്. മുളസ്കിനൊരു എക്സാമ്പിൾ പറഞ്ഞ ഒച്ചിനെ മെല്ലാം ടച്ച് ചെയ്തുക്കണം. ഒച്ചിനൊന്നും എല്ലാം അമർത്തി നോക്കൊണ്ടു. ഒച്ചിൻ്റെ ബോഡി വളരെ സോഫ്റ്റ് ആണ്. മാത്രമല്ല അതിൻ്റെ മുകളിൽ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ലൂസ് സ്കിന്നുണ്ട്. അതിനെങ്ങനെ പിടിച്ചാൽ ആ സ്കിന്നിങ്ങനെ ലൂസായിട്ട് പോരും. ഇതിനാണ് മാൻഡിൽ എന്ന് പറയുക. വിസറൽ ഹംപ് ഈസ് കവേർഡ് ബൈ എ ലൂസ് സ്കിൻ വിച്ച് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആൻഡ് ഈസ് കോൾഡ് മാൻഡിൽ. ഇപ്പം എന്താ മാൻഡിൽ എന്ന് മനസ്സിലായോ? മൊളസ്കിൻ്റെ ബോഡിയുടെ മെയിൻ പാർട്ടായ വിസറൽ ഹമ്പ് കവർ ചെയ്യുന്ന വളരെ ലൂസ് ആയിട്ടുള്ള സ്കിന്നിനാണ് മാൻഡിൽ എന്ന് പറയുക. ആൻഡ് ദിസ് മാൻഡിൽ എൻക്ലോസസ് എ കാവിറ്റി ബിറ്റ്വീൻ ദി മാൻഡിൽ ആൻഡ് ദി വിസറൽ ഹമ്പ് ദർ ഇസ് എ സ്പേസ്, ആൻഡ് ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് മാൻഡിൽ കാവിറ്റി. ലൂസ് സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ബോഡിയുടെയും സ്കിന്നിൻ്റെയും ഇടയിൽ സ്പേസ് ഉണ്ടാവും. അതിനാണ് മാൻഡിൽ കാവിറ്റി എന്ന് പറയുക. ഇൻ ദിസ് മാൻഡിൽ കാവിറ്റി ദർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ നോൺ ആസ് ഗിൽസ്, ആൻഡ് ദാറ്റ് ഗിൽസ് ആർ ഫെദറി. സോ ദേ ഹാവ് ഫെദറി ഗിൽസ് present in the mandible cavity for respiration and also excretion. So the excretory and respiratory organ of mollusk is the same organ, and it is the feathery gills present inside the mandible cavity. molluskല് എക്സ്ക്രിഷൻ നടത്താനും റെസ്പിറേഷൻ നടത്താനും സെയിം ഓർഗനാണുള്ളത്. എന്താ അതിൻ്റെ പേര്? ഗിൽസ്. അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അതിനെന്ത് പറയണത്? ഫെദറി ഗിൽസ് എന്ന് പറയുന്നത്. എവിടെയാണത് സിറ്റുവേറ്റ് ചെയ്യണത്? മാൻഡിൽ കാവിറ്റിയിൽ. ഓക്കെ. Then the next, a most important feature of mollusk is that in their mouth there is a special organ for making the food into small pieces known as radula. Making the food into pieces is called rasping. So they have a rasping organ, and that rasping organ is like a file. So they have a file like rasping organ present in their mouth, and it is called radula. This is an important feature of mollusk. mollusk എന്ന് കേട്ടാൽ ഓർമ്മ വരേണ്ട ഒരു പോയിന്റാണ്. അവരുടെ മൗത്തിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് റാഡുല. ഓക്കെ. അപ്പം റാഡുല എന്ന് മറക്കരുത്. സോ നെക്സ്റ്റ് ഈസ് ദ ഹാവ് എ ഫയൽ ലൈക്ക് rasping, rasping, rasping organ known as radula, radula, radula.
മാച്ച് ദി ഫോളോയിങ്ങിലൊക്കെ മൊളസ്ക് ഉണ്ടെങ്കിൽ ചോദിക്കുക റാഡുല ആയിരിക്കും. അതുകൊണ്ട് മറന്നു പോകരുത്. ഓക്കെ. Their head bears sensory tentacles. നിങ്ങൾ ഒച്ചിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഒച്ചിന്റെ മുന്നിലുണ്ട് ചെറിയ 2 ടെൻറ്റക്കിൾസ്. ആ ടെൻറ്റക്കിൾസ് ആണ് അവ സെൻസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഓൺ ദി ആൻറ്റീരിയർ എൻഡ് ഓഫ് ദെയർ ഹെഡ് they have 2 sensory tentacles. Sensory tentacles, or they have 2 sensory tentacles. The next is about their reproduction. Sexes are separate or they are dioecious. Fertilization is internal and development is indirect. പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാലോ അല്ലേ? And they are oviparous. Like the arthropod, they are also laying eggs or oviparous. Then example. The first example is Paila. Paila globosa. Or it is commonly called apple snail. Paila or apple snail. This is very common in our paddy field. നമ്മുടെ വയലുകളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു മൊളസ്കാണ് പൈല. They are amphibious. വെള്ളത്തിലൂടെയും പോവാം. പാടത്ത് വരമ്പുകൾ ഉണ്ടാവും, വരമ്പിലൂടെയൊക്കെ കയറി നടക്കുന്നതും കാണാൻ പറ്റും. They have a coiled shell. ഒരു കോയിൽഡ് ഷെല്ലും ഉണ്ടാവും. ആ ഷെല്ല് തുറന്നിട്ട് അതിന്ന് പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യും. നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്താൽ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് ബോഡി വലിച്ചു കാണ്ട് അടച്ചു വെക്കും, അങ്ങനെ നിൽക്കും. ആൻഡ് ദേ ആർ ഈറ്റൺ ബൈ സം പീപ്പിൾ. ആളുകളത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. എന്താ മനസ്സിലായോ? ഇൻ മലയാളം ഇറ്റ് ഈസ് കോൾഡ് നത്തക്ക. മലയാളത്തിൽ നത്തക്ക എന്ന് പറയും. പക്ഷെ നമ്മളിവിടേക്ക് എന്താ പറയുക? അതിന് എന്താ പറയുക? ഞൗഞ്ഞി എന്ന് പറയും. ദാറ്റ് ഈസ് പൈല ഓർ ആപ്പിൾ സ്നേൽ. Then second example is octopus. Octopus, commonly called devilfish. The octopus നീരാളി. എന്തുകൊണ്ടാണ് അതിനെ ഡെവിൾ ഫിഷ് എന്ന് പറയുന്നത്? Then next example is pinctada. Pinctada, commonly called pearl oyster. Pearl oyster or pinctada. ഇതിന്റെ പ്രത്യേകത, they produce the pearl. മലയാളത്തിൽ എന്താ പറയാ pearl oysterന്? മുത്തുച്ചിപ്പി. They are producing the precious pearl by which ornaments are produced. Then another example is loligo. Loligo, commonly called squid. It is an edible mollusk, generally observed in fish market in some season. ചില സീസണിൽ ഫിഷ് മാർക്കറ്റിൽ കാണുന്ന ഒരു മൊളസ്കാണ് ലൊളിഗോ അല്ലെങ്കിൽ സ്കിഡ് എന്ന് പറയും. Then another example is sepia. Sepia or cuttle fish. നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും ഇത്. Sepia or cuttle fish which possess an ink gland for escaping from the enemies. അവരുടെ എനിമീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർക്കുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ് ഇങ്ക് ഗ്ലാൻഡ്. ആ ഇങ്ക് റിലീസ് ചെയ്ത് കൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് സെപ്പിയ ഓർ കട്ടിൽ ഫിഷ്. എന്താ മലയാളത്തിൽ പറയാ? ഇറ്റ് ഈസ് ആൾസോ എഡിബിൾ. ഇതും ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. കൂന്തള് ഹോട്ടലിലൊക്കെ ചിലപ്പം കാണാം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കണം കൂന്തള്.
Then another example is Aplysia or sea hair. Another example is Dentalium or tusk shell. So this is about the mollusca. ഇപ്പോൾ രണ്ടാമത്തെ വലിയ ഫൈലമാണ് മൊളുസ്ക എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയുള്ള ജീവികളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ സോഫ്റ്റ് ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽക്കേരിയസ് ഷെല്ലുണ്ടാവും. ബോഡിയെ ഹെഡ്, വിസ്റൽ ഹമ്പ്, ഫുട്ട് എന്നിങ്ങനെ 3 പാർട്ടായിട്ട് തിരിക്കും. അവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൂസ് സ്കിൻ ഉണ്ടാവും, അതിന് മാൻഡിൽ എന്ന് പറയും. ആ മാൻഡിലിൻ്റെ ഉള്ളിൽ അവരുടെ റെസ്പിറേറ്ററി എക്സ്ക്രിറ്ററി ഓർഗനായ ഫെദറി ഗിൽസ് ഉണ്ടാവും. അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അവരുടെ മൗത്തിൻ്റെ ഉള്ളിൽ ഭക്ഷണം ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാഡുല എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവും. സോ ദിസ് ഈസ് അബൌട്ട് ഫൈലം mollusca. Okay, thank you.